വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടിച്ചക്ക വെച്ച് ഞാൻ പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോവാ. അത് കാണിക്കാം. ഇടിച്ചക്ക ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞു, അതിൻ്റെ പൂഞ്ഞ് കളഞ്ഞു എടുത്ത് വെച്ചിരിക്കുക. ഇത് വെച്ച് ഇത് ഫ്രൈ ചെയ്ത് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആ ഇടിച്ചക്ക നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ അരിയാം. എന്നിട്ട് ഇതേ പരിപാലിക്കണം ഓരോ പീസ് ഇതേപോലെ. നമുക്ക് ഇതേപോലെ ഇടിച്ചക്ക എല്ലാം ഒന്ന് കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, കടലമാവ് ഇട്ട് കൊടുക്കാം, കാൽഭാഗം റവയുണ്ട്, റവ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ഇളക്കി ഞാനത്തോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇടിച്ചക്ക ഇല്ലേ അതിട്ട് കൊടുത്ത് ആ മസാലയിൽ നമുക്ക് വൃത്തിയായിട്ടൊന്ന് ഇളക്കി നമ്മളത് വൃത്തിയായിട്ട് ഇളക്കിയെടുക്കും. മാവെല്ലാം അതിനകത്ത് പിടിച്ച് ഇത് നമുക്ക് ഒരു അരമണിക്കൂറിൽ നിന്ന് അടച്ചു വെക്കാം. ഓയിലിലോട്ട് 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം, മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കാം, കുറച്ച് തേങ്ങാ പീസ് ഇട്ട് കൊടുക്കാം, കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് വൃത്തിയായിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ആദ്യം മാങ്ങ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനകത്ത് ടൊമാറ്റോ ചേർക്കുന്നില്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയായിരിക്കും. അപ്പോൾ നമുക്കിത് ചെറിയ തീയിലൊന്ന് മുരിച്ചെടുക്കാം. ഇതൊരു 1/4 ഭാഗം ഫ്രൈ ആയി. നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക നമുക്ക് ഈ ഓയിലിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിൽ ഒഴിക്കണ്ട കേട്ടോ, എല്ലാം ഒന്ന് തിരിഞ്ഞ് വീഴണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇടിച്ചക്കയുടെ ഒരു കറിയായിരുന്നു ഉണ്ടാക്കുന്നത്. ഇടിച്ചക്ക ഈ മാങ്ങയൊക്കെ ഉള്ള സമയമായിപ്പോൾ അല്ലേ? അപ്പോൾ അത് വെച്ച് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇടിച്ചക്ക മുരിഞ്ഞു. ഇനി നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നല്ല വൃത്തിയായിട്ട് മുരിഞ്ഞു. അതിൽ നിന്ന് കോരിയെടുക്കാം. കോരി ചൂടായി അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൊടുക്കാം. അരപ്പ് ആ ഓയിലിൽ നമുക്ക് വൃത്തിയായിട്ടൊന്ന് കുറുകിയെടുക്കണം. ഒന്നുകൂടൊന്ന് വഴറ്റിയെടുക്കണം. 1 സ്പൂൺ ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പൗഡർ നല്ല വൃത്തിയായിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ. 1 സ്പൂൺ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടിയുടെ സ്മെല്ല് മുമ്പിൽ നിൽക്കണം. 1 സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഗരം മസാല 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ വൃത്തിയായിട്ട് നമുക്ക് യോജിപ്പിച്ച് ഇളക്കി കുറുക്കിയെടുക്കണം. ആ അരപ്പ് റെഡിയായി. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. അത് അരപ്പുമായിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക വെച്ചുള്ള മഞ്ചൂരിയൻ. ടേസ്റ്റിന് വേണ്ടി ഒരു അരപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇടിച്ചക്ക മഞ്ചൂരിയൻ മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇടിച്ചക്ക മഞ്ചൂരിയൻ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക മഞ്ചൂരിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്.